നേതൃസ്വരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ തൃശൂർ. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിക്ഷേപങ്ങൾക്ക് കരുതലായി കൂടെയുണ്ട് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജുവലറി, പള്ളിക്കുളം റോഡ് തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും ജോൺസ് ഹോണ്ട, തൃശൂർ, ആലപ്പുഴ. കൽപ്പക വെഡ്ഡിംഗ്, കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം, ഏറ്റവും കുറഞ്ഞ വിലകളിൽ. സ്വാഗതം TCVയുടെ നേതൃസ്വരത്തിലേക്ക്. ഇലക്ഷൻ തൊട്ടു മുമ്പെത്തി കഴിഞ്ഞു. വിചാരിച്ച സമയം കിട്ടിയില്ല. മുൻകാലങ്ങളിലെ പോലെയല്ല, പരിമിതമായ സമയത്തിനുള്ളിൽ പ്രചരണവും കഴിഞ്ഞ് വോട്ടർമാർ ബൂത്തുകളിലേക്ക് പോവുകയാണ്. മണിക്കൂറുകൾ മാത്രം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രധാന 3 മുന്നണികളുടെ പ്രതിനിധികൾ TCVയുടെ സ്റ്റുഡിയോയിലെത്തി മനസ്സ് പങ്കുവയ്ക്കുന്നു, മുന്നണികളുടെ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നു, വിജയ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു. UDFന് വേണ്ടി കോൺഗ്രസ് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, ഇടതുമുന്നണിക്ക് വേണ്ടി CPM ജില്ലാ സെക്രട്ടറി ശ്രീ KV അബ്ദുൽ ഖാദർ, NDAക്ക് വേണ്ടി BJP മേഖലാ സെക്രട്ടറി പ്രിൻറ്റു മഹാദേവ്. ഇവരെ ഓരോരുത്തരും വിജയപ്രതീക്ഷയിൽ. നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയിൽ 13 മണ്ഡലങ്ങളിലാണ്. 13 മണ്ഡലങ്ങളിലും കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി കുറഞ്ഞ സമയമാണെങ്കിൽ പോലും അതിവേഗം പ്രചരണം മുന്നോട്ട് പോയി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഓരോ മുന്നണികളും പറയട്ടെ. ആദ്യം രാജേന്ദ്രൻ രംഗത്ത് തന്നെ പറയാം, വളരെ പ്രതീക്ഷയോടെ ഭരണം പിടിക്കും, 10 വർഷത്തിന് ശേഷം ഭരണത്തിലെത്തും എന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോൾ സർവേകളൊക്കെ കുറച്ച് വിപരീതമായിട്ടാണല്ലോ വരുന്നത്. ചുരുക്കി ആ വിജയപ്രതീക്ഷയുടെ കാഴ്ചപ്പാടുകളും എന്ത് കാരണങ്ങൾ കൊണ്ട് വിജയത്തിലേക്ക് എത്തും എന്നുള്ള കാഴ്ചപ്പാടുകളൊന്ന് ചുരുക്കി പറഞ്ഞാൽ. സർവേകളെ സംബന്ധിച്ച് പല സർവേകളിലും UDFനും പല സർവേകൾ LDFനും ഒക്കെ മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ സർവേ റിപ്പോർട്ടുകളും തള്ളിക്കൊണ്ട് UDF 100 സീറ്റിൽ കേരളത്തിൽ അധികാരത്തിൽ വരും. 10 വർഷത്തെ LDF ഭരണത്തിനെതിരായ ഒരു ജനവികാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുകയാണ്. അത് തൃശ്ശൂർ ജില്ലയിലും 13 നിയോജകമണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരം, കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ ക്രമസമാധാന നില പൂർണ്ണമായും തകർച്ചയിൽ നിൽക്കുകയാണ്. മയക്കുമരുന്ന് വ്യാപാരം കേരളത്തിൽ വലിയ കമ്പോളമായി മാറിയിരിക്കുകയാണ്. അതിനെതിരെ എക്സൈസും പോലീസും ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കേണ്ട ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക്, ജീവനക്കാർക്ക് നൽകേണ്ട DA അടക്കമുള്ള സാമ്പത്തിക സൗകര്യങ്ങൾ പോലും നിഷേധിച്ചിരിക്കുന്ന ഗവൺമെൻറ്. അംശാദായം അടയ്ക്കുന്ന ക്ഷേമനിധി പെൻഷൻകാർക്ക് പെൻഷൻ വലിയ 20ഓളം മാസം മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് സർക്കാർ ആശുപത്രികളെ എല്ലാം നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ലെങ്കിലും സർക്കാർ ആശുപത്രികളിൽ നിരന്തരമായി കൃത്യവിലോപം നടക്കുന്ന ഡോക്ടർമാരുൾപ്പെടെയുള്ള ജീവനക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയോ ഗവൺമെൻറ്റോ കഴിഞ്ഞ കാലങ്ങളായി തയ്യാറാകുന്നില്ല. എത്രയോ പേരാണ്, വിനോദിനി എന്ന പാവപ്പെട്ട പെൺകുട്ടി പാലക്കാട് കൈ മുറിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ കോഴിക്കോടും ആലപ്പുഴയിലുമൊക്കെ ചികിത്സയ്ക്ക് വന്നവർക്ക് കത്രിക വയറ്റിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായി. ആരോഗ്യരംഗത്ത് പൊതു ആരോഗ്യരംഗം വെന്റിലേറ്ററിലും തകർച്ചയിലുമാണ്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂണിയനിൽപ്പെട്ട ഡോക്ടർമാർ തന്നെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാർഷിക മേഖല. സിവിൽ സപ്ലൈസ് നെല്ലെടുത്താൽ സമയത്ത് നെല്ലിൻ്റെ വില കൊടുക്കാൻ കഴിയാതെ കർഷകർ മുഴുവൻ നിരാശയിലാണ്. കൃഷിഭവനുകളിൽ ഒരു പ്രവർത്തനങ്ങളും കർഷകർക്ക് വേണ്ടി നടക്കുന്നില്ല. കൃഷിഭവനുകളിൽ ഉദ്യോഗസ്ഥന്മാർ വെറുതെ ചുമ്മാ ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആ രംഗത്ത് നടക്കുന്നത്. സിവിൽ സപ്ലൈസ് ആണെങ്കിൽ സാധാരണഗതിയിൽ ആഘോഷങ്ങൾ വരുമ്പോൾ ഓണം, വിഷു, അതുപോലെ തന്നെ ക്രിസ്മസ്, ഈസ്റ്റർ, ബക്രീദ്, റമദാനൊക്കെ വരുമ്പോൾ വലിയ രീതിയിൽ ഗ്രാമങ്ങളിൽ പോലും വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ ചന്തകൾ തുടങ്ങാറുണ്ട്. അതെ, അതായത് കോവിഡിന് ശേഷം ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് പരിഹാരം കാണാൻ അവർക്ക് കൈത്താങ്ങാകേണ്ട ഗവൺമെൻറ് ഒരു തരത്തിലും അതിന് ജനങ്ങളോടൊപ്പം നിൽക്കുന്നില്ല. പിന്നെ കൂടുതലായി ടാക്സുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 കൊല്ലത്തിനുള്ള എത്രയോ തവണ വൈദ്യുതി ചാർജ്, വെള്ളക്കരം, അതുപോലെ വീട്ടുനികുതി. അല്ല, UDFിൻ്റേതൊരു മനപ്പായസമാണ് അവരുണ്ണട്ടെ. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള
വികസന ക്ഷേമ പദ്ധതികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു ജനത ഈ ഗവൺമെൻറ്റിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണക്കും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ DCCയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ അല്ല വസ്തുതകൾ. UDF തകർത്ത മേഖലകളിൽ LDF വൻ മുന്നേറ്റം നടത്തി. ദേശീയപാത 66 തൃശ്ശൂർ ജില്ലയിലെയും പ്രധാനപ്പെട്ടൊരു പാതയാണല്ലോ. UDF കാലത്ത് ലാൻഡ് അക്വിസിഷൻ ഓഫീസ് അടച്ചുപൂട്ടിപ്പോയി. അത് 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷമാണ് ലാൻഡ് അക്വിസിഷൻ പൂർത്തിയാക്കിയത്. അന്ന് അതിനെതിരായി സമരം നടത്തിയവരാണ് പ്രതാപനും കൂട്ടരും. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയെ തുടർന്ന് അത് യാഥാർത്ഥ്യമാക്കി. കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാന ഗവൺമെൻറ്റിനും മുന്നിൽ വയ്ക്കാത്ത ഉപാധി വെച്ചിട്ടും ആ പണം ഈ സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബിയിലൂടെ നൽകിയിട്ടാണ് ദേശീയപാത യാഥാർത്ഥ്യമാക്കിയത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഗെയിലിനെതിരായിട്ടും UDF വലിയ സമരം നടത്തി. അതും യാഥാർത്ഥ്യമാക്കി ഗവൺമെൻറ്. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിനെതിരായിട്ടുള്ള സമരത്തെ പിന്താങ്ങുകയാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ചെയ്തത്. പക്ഷേ വിഴിഞ്ഞം രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ട് പൂർത്തിയാക്കാൻ, അതിൻ്റെ ഘട്ടങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇങ്ങനെ ഏത് വികസന പ്രവർത്തനവും, വൈദ്യുതി മേഖലയിൽ കൂടംകുളം കൊച്ചി പവർ ഹൈവേ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അത് സ്റ്റോപ്പ് ചെയ്തു പോയതാണ്. അത് നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ ഏത് മേഖലയെടുത്താലും നമുക്കത് കാണാം. ക്ഷേമ പെൻഷൻ 62 ലക്ഷം പേർക്ക് 2000 രൂപ പെൻഷൻ നൽകുന്ന ഏത് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇന്ത്യയിലുള്ളത്? BJP ഭരിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ ഏതാണ്ട് 2.5 വർഷമായിട്ട് അവിടെ ക്ഷേമ പെൻഷനേ ഇല്ല. ആ ആളുകളാണ് ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ പറയുന്നത്. നമ്മുടെ ജില്ലയിലേക്ക് വരുമ്പോൾ പ്രതീക്ഷ ഇതുവരെ 12 അത് തുടരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 13 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ജയിക്കും എന്നതാണ്. അത് കേവലം ഒരു ആഗ്രഹമോ വിശ്വാസമോ മാത്രമല്ല, അതൊരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്. മികച്ച സ്ഥാനാർത്ഥികളെ ഞങ്ങൾ രംഗത്തിറക്കിയിരിക്കുകയാണ്. ഇപ്പോൾ BJPയും UDFും LDFും ഒക്കെ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ പലരും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ആളുകൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ UDFൻ്റെ എടുത്തു നോക്കിയാൽ പല അർഹരായിട്ടുള്ള ആളുകളെയും തഴഞ്ഞുകൊണ്ടാണ് ഒരു തരത്തിലും പൊതുരംഗത്ത് പോലും ഇല്ലാത്ത ആളുകളെ സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീ രാജേന്ദ്രൻ അരങ്ങത്ത് വളരെ വർഷമായിട്ട് പൊതുരംഗത്തുള്ള മാന്യനായിട്ടുള്ള ഒരാളാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ പേരാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഇപ്പോൾ ആരാണ് മത്സരിക്കുന്നത്? ആർക്കും അറിയാത്ത ഒരാൾ എങ്ങനെയോ പേയ്മെൻറ്റ് സീറ്റ് വാങ്ങി മത്സരിക്കുകയാണ്. ഇതൊക്കെ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും NDAയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങൾക്ക് തൃശ്ശൂർ ജില്ലയിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഉള്ളത്. വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ റെക്കോർഡുമായിട്ടാണ് LDF ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. പ്രിൻറ്റു മഹാദേവിലേക്ക് വരുമ്പോൾ എല്ലാ തവണയും സ്ഥാനാർത്ഥികൾ നിർത്തുന്നുണ്ട്, എല്ലാ തവണയും വിജയപ്രതീക്ഷകൾ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ നിയമസഭയിൽ ഒരു പ്രതിനിധി പോലുമില്ല. ഇപ്പോഴും വലിയ രീതിയിൽ പ്രതീക്ഷ പറയുന്നു. തൃശ്ശൂർ ജില്ലയിൽ പോലും എത്രയോ മണ്ഡലങ്ങൾ ഇത്തവണ NDA പിടിക്കുമെന്ന് പറയുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് പറയുന്നത്? അല്ല, തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 മുന്നണി സംവിധാനങ്ങളോട് കൃത്യമായി മനമെടുത്തിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ ഈ തവണ ഇലക്ഷനിൽ BJPയെ സ്വീകരിക്കും, NDA സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 30 സീറ്റും 30% വോട്ടിന് വേണ്ടിയിട്ടാണ് NDA ഇത്തവണ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം 7 പതിറ്റാണ്ടുകളായിട്ട് 2 മുന്നണി സംവിധാനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ടുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ അനന്തമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കൃത്യമായിട്ട് ഇപ്പോഴും 2 മുന്നണികൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ രാജ്യത്താകമാനം പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ നേട്ടങ്ങൾ കൃത്യമായിട്ട് കേരളത്തിനും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഖാദർക്ക് സൂചിപ്പിച്ചതുപോലെ 6 വരി പാത നോക്കണം. 3 വർഷം കൊണ്ട് കന്യാകുമാരി മുതൽ നമ്മൾ ഗോവ പനാജി വരെയുള്ള പാതയുടെ പണി പൂർത്തീകരിക്കാൻ പോവുകയാണ്. നമ്മൾ ചരിത്രപരമായിട്ട് 6 വരി പാത വരാൻ പോവുകയാണ്. അതിൻ്റെ വികസന നേട്ടങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്ന ഒരു ജില്ല നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കുക, മുടങ്ങിക്കിടന്നിരുന്ന നാഷണൽ ഹൈവേകളുടെ ബൈപ്പാസുകൾ, അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ മാത്രം അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് 2 നഗരങ്ങൾക്കാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം കിട്ടിയിട്ടുള്ളത്. നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷന് 480 കോടി രൂപയുടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ ടെമ്പിൾ സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപ അവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട്
വികസിത ഭാരതം എന്നത് സങ്കല്പത്തിനൊപ്പം തന്നെ വികസിത കേരളം എന്നതിലേക്കുള്ള യാഥാർത്ഥ്യത്തിലേക്ക് പോകാനുള്ള മുന്നേറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ മുന്നണി ഈ തവണ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണി സംവിധാനങ്ങളിൽ മനമെടുത്ത ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളിൽ മതവർഗീയ സംഘടനകളുമായിട്ട് കൃത്യമായിട്ട് ബാന്ധവം നടത്തിക്കൊണ്ടാണ് UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ രണ്ട് മുന്നണി സംവിധാനങ്ങളും മത്സരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി എന്നോട് ചോദിക്കാനുണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസം നാട്ടികയിലുണ്ടായ ഒരു കിറ്റ് വിവാദമാണ്. അത് തൊട്ട് മുമ്പ് തൃശ്ശൂരിലും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഗുരുവായൂരിൽ മറ്റെവിടെയും ഇല്ലാത്ത രീതിയിൽ ഒരു മതം പറഞ്ഞ ഒരു അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഗോപാലകൃഷ്ണനാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ഗുരുവായൂർ വന്നപ്പോൾ മതം പറഞ്ഞതും വലിയ രീതിയിലുള്ള വിവാദമായി ചർച്ചയായി. ഇത് BJPക്ക് ഗുണമാണോ ചെയ്യുന്നത്? അല്ല, കിറ്റ് വിവാദമായിട്ട് BJP യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ ഇന്നലെ പോലീസ് കേസെടുക്കേണ്ടതല്ലേ? BJPയുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുക. അതിനകത്ത് കെട്ടിച്ചമച്ചുകൊണ്ട് ഇപ്പോൾ സത്യത്തിൽ ഈ പ്രതാപന് ഇപ്പോൾ വലിയൊരു വിരളി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതാപൻ 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ള അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തരുന്നത്. മണലൂരിനെ സംബന്ധിച്ചിടത്തോളം BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന അട്ടിമറി വിജയം BJP പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ്. അവിടെ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം 3ാം സ്ഥാനത്തേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് 4-5 മണിക്കൂർ ഒരു പ്രദേശത്ത് വന്ന് കുത്തിരിക്കുക എന്നൊക്കെ പറയുന്നത് അത്രമാത്രം അദ്ദേഹത്തിന് പരാജയഭീതി ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അത് ഞങ്ങളുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ ഒരു തരത്തിലും ബാധിക്കില്ല. പിന്നെ ഗുരുവായൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനസംഖ്യ ആനുപാതികമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിൻ്റെ ഭാഗമായിട്ട് ഈ രാജ്യത്തിലെ എല്ലാ മതജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എവിടെയും മത്സരിക്കാനുള്ള ജനാധിപത്യപരമായിട്ടുള്ള നമുക്കറിയാവുന്ന ഒരു അവകാശമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാമൂഹിക സാമുദായികപരമായിട്ടുള്ള ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസ്താവനയാണ് B. ഗോപാലകൃഷ്ണൻ നടത്തിയത്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനത്തും ജില്ലയിലും അതിൽ ഭിന്നിപ്പ് വരില്ലേ? അല്ല, അങ്ങനെയല്ല. ചിലപ്പോൾ ചില സമയത്തൊക്കെ നിങ്ങൾ കേരളത്തിൽ ആകമാനം നോക്കുന്ന സമയത്ത് ചില പെർട്ടിക്കുലർ സീറ്റുകൾ ചില വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങനൊരു വെച്ചിരിക്കുന്ന സ്ഥിതി കേരളത്തിലുണ്ട്. ആ സാഹചര്യത്തിനെതിരെയാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഏത് മതജാതിയിൽപ്പെട്ട ആൾക്ക് എവിടെയും മത്സരിക്കാനുണ്ട്. അപ്പോൾ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം വരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്കയാകാം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടാവുക. CPM ജില്ലാ സെക്രട്ടറി പ്രതികരണത്തിലേക്ക് പോവുകയാണ്. വലിയ രീതിയിലുള്ള കഴിഞ്ഞ ദിവസം വാടാനപ്പള്ളിയിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ വരെ ഉണ്ടായി. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം തൃശ്ശൂരിലും ഉണ്ടായി. ഇപ്പോൾ BJP പ്രതിനിധി പറയുന്നത് തങ്ങൾക്കറിയില്ല. അല്ല, ഇതിൽ ഒന്ന് ജനാധിപത്യ പ്രക്രിയയെ പണാധിപത്യം എന്താ പറയുക ആധിപത്യം അതിൽ നേടാൻ പാടില്ല. അത്തരത്തിലുള്ള പ്രവണതകളോട് ശക്തമായ വിയോജിപ്പും പ്രതിഷേധവും ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. അതിപ്പോൾ പല സ്ഥലത്തും അത്തരത്തിലുള്ള ശ്രമങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പണം കൊടുത്ത് വോട്ട് വാങ്ങുക എന്നുള്ളത് പല കേരളമല്ലാത്ത ഇടങ്ങളിലെ ഒരു ശൈലി ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിശക്തമായിട്ട് അതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ഞങ്ങൾ എതിർക്കുകയും ചെയ്യും. ശ്രീ പ്രിൻറ്റു ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് പ്രതികരിക്കേണ്ടതുണ്ട്. ഒന്ന്, ശ്രീ ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ നടത്തിയ പ്രതികരണം യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ജനാധിപത്യ മതനിരപേക്ഷ സംവിധാനങ്ങളെ ആക്ഷേപിക്കലാണ്. കാരണം സ്ഥാനാർത്ഥികൾ പലയിടത്തും പല സാമൂഹ്യ വിഭാഗങ്ങളിലുള്ള ആളുകൾ വരും. അതാണോ യഥാർത്ഥത്തിൽ പരിഗണനാ വിഷയമായിട്ട് ജനങ്ങൾ എടുക്കുന്നത്? ഓരോ ഇടത്തെയും വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു, അതിൽ ആ ജനപ്രതിനിധികൾ എത്രമാത്രം ഇടപെട്ടു, അതേക്കുറിച്ചാണ് ഗോപാലകൃഷ്ണൻ ഒരു സംവാദം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് ശരിയാണ്, അത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പം ഞാനവിടെ സ്ഥാനാർത്ഥിയായിട്ട് 3 തവണ മത്സരിച്ച് ജയിച്ചയാളാണ്. ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത് CPIMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ പിന്നെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചു വന്ന അനുഭവങ്ങളുമായിട്ടാണ്. എന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഞാൻ ഏത് മതത്തിൽ ജനിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. എൻ്റെ പ്രവർത്തന രീതികളും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ള അവരുടെ ബോധ്യവുമാണ് എന്നെ ജയിപ്പിക്കുന്നത്. അവിടെ പിന്നെ ഈ ജനപ്രതിനിധി എന്ത് ചെയ്തു എന്നാണ് ചോദ്യമെങ്കിൽ അത് ശരിയാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് ചോദ്യമെങ്കിൽ അതിനൊക്കെ മറുപടിയുമുണ്ട്. കാരണം ഗുരുവായൂരിലെ ക്ഷേത്ര നഗരത്തിൻ്റെ വികസന പ്രക്രിയയിൽ സെക്യുലർ ഭരണ സംവിധാനങ്ങൾ വലിയ പങ്കുവച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും നഗരസഭയാണെങ്കിലും ഒക്കെ മാറി മാറി ഭരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ നഗര സംവിധാനത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ, ഇപ്പോൾ ഗുരുവായൂരിലെ മാലിന്യം പിന്നെ അത് സംസ്കരിക്കുന്നതിനുള്ള വിപുലമായ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ്റും നഗരസഭയും ചേർന്നാണ് എടുത്തത്. ഗുരുവായൂരിലേക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കാൻ, ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിക്കാൻ ഒരു പദ്ധതി നടപ്പിലാക്കിയത് ഞാൻ MLA ആയിരിക്കുന്ന ഘട്ടത്തിലാണ്. അതിൻ്റെ 1ാം പിന്നെ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടത്. ഗുരുവായൂർ നഗരത്തിൻ്റെ വികസന പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്.
പക്ഷേ അമൃത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായ കേന്ദ്രത്തിൻ്റെ ഫണ്ട് മാത്രമല്ല കേട്ടോ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നഗരസഭയുടെയും ഫണ്ട് കൂടി വിനിയോഗിച്ചുകൊണ്ടാണ് അത് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ നേരത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇങ്ങനെ പിന്നെ നഗരസഭയുടെയും ഗവൺമെൻറ്റിൻ്റെയും വിഹിതമല്ലാതെ നടത്തിയ ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ UPA ഗവൺമെൻറ്, ഒന്നാം ഗവൺമെൻറ് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ സുനാമി പുനരധിവാസ പദ്ധതി പൂർണ്ണമായും സംസ്ഥാനത്തിന് നൽകുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള വിവാദങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള വളരെ ഗൂഢമായ ശ്രമമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയും. പിന്നെ ഗുരുവായൂരത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം ആ മഹാക്ഷേത്രം തന്നെയാണ്, ഒരു സംശയവും കാര്യത്തിലില്ല. ആ ക്ഷേത്രത്തോട് വിവിധ വിഭാഗം ജനങ്ങൾക്കുള്ളൊരു ആദരവും ബഹുമാനവും ഉണ്ട്. അത് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ തലത്തിലല്ല. അവിടെ അഗ്നിബാധ ഉണ്ടായപ്പോൾ ഓടിയെത്തിയ മനുഷ്യരുടെ ജാതിയും മതവും ആരും പരിഗണിച്ചിട്ടില്ല. അതാണ് അവിടുത്തെ ഒരു കൾച്ചർ. അത്തരമൊരിടത്ത് വന്ന് പച്ചയായി ഇങ്ങനെ പറയുന്നത് ശരിയായിരുന്നില്ല എന്നുള്ളത് ഒരു കാര്യം. 2, ഇലക്ഷൻ ചട്ടങ്ങൾക്കെതിരാണ്. പോലീസ് കേസെടുത്തു. ഇലക്ഷൻ കമ്മീഷൻ പക്ഷേ പല കാര്യങ്ങളിലും നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഏതായാലും ഇതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ രംഗത്തിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ ശ്രീ അബ്ദുൽ ഖാദർ പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും വേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇടതുമുന്നണിയായിരുന്നു. തൊട്ടുപിറകെ NDAയും. അവരുടെ എല്ലാ സ്ഥാനാർത്ഥികളും തർക്കമില്ലാതെ. പക്ഷേ UDF എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് നൂലിൽ കെട്ടിയർക്ക് എന്നൊരു പ്രയോഗം പോലുണ്ട്. ചാലക്കുടിയിൽ മുമ്പൊരിക്കൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നോമിനിയായിട്ട് വന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. ചില വലിയ വിവാദമായിട്ട് ബെന്നി എന്ന മറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇതുപോലെ ഒരുപാട് ആളുകളെ നൂലിൽ കെട്ടിയിറക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്കില്ലേ? അത് നിങ്ങൾക്ക് വലിയ രീതിയിൽ ബാധിക്കില്ലേ? തെരഞ്ഞെടുപ്പിൽ KPCCയും AICCയും പലതരത്തിലുള്ള ചർച്ചകളിലൂടെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അതിൽ ചില ഘട്ടങ്ങളിലൊക്കെ പല ഘടകത്തിൻ്റെ പേരിൽ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ടാകാം, പാർട്ടിയുടെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പലരെയും പാർട്ടി പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് അത്തരത്തിൽ അങ്ങനെ പലർക്കും സ്ഥാനാർത്ഥി വരുന്നതിനെ സംബന്ധിച്ച് അങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അത് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഘടകങ്ങൾ, എല്ലാ ഘടകങ്ങൾക്കും പാർട്ടിക്ക് സീറ്റ് കൊടുക്കേണ്ടതുണ്ട്. INDCക്ക് സീറ്റ് കൊടുക്കും. അപ്പോൾ അതിലൊക്കെ ആ രീതിയിലാണ് പാർട്ടിയുടെ തീരുമാനങ്ങൾ. അപ്പോൾ AICC പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ KPCയും പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി അംഗീകരിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ കീഴ്വഴക്കം. അതിൽ പല ഘടകങ്ങളും പരിശോധിച്ചായിരിക്കും അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. മറ്റു പല ആരോപണങ്ങളും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ പറയാറുണ്ട്. അതൊന്നും കോൺഗ്രസിനെ UDFനെ സംബന്ധിച്ച് ഞങ്ങൾ മുകളിലേക്കെടുക്കാറില്ല. അതായത് അംഗീകരിക്കേണ്ടി വരിക എന്നല്ലേ പറയേണ്ടത്? അംഗീകരിക്കുക എന്ന് പറയാൻ നിർബന്ധപൂർവ്വം അംഗീകരിപ്പിക്കുക, അതല്ലേ വാസ്തവം? അത് ഒരു സംഘടനാ സംവിധാനത്തിൽ പാർട്ടി പല കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും ചർച്ചയിലൂടെ കണ്ടെത്തും. പല വിഭാഗങ്ങൾക്ക് സീറ്റ് നൽകേണ്ടതുണ്ട്. അപ്പോൾ അവരെയൊക്കെ പരിഗണിക്കുക എന്നുള്ളത് പല വിഭാഗങ്ങൾക്ക് സീറ്റ് നൽകേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ ഞാനതോട് ചോദിച്ചു, അത് എത്രമാത്രം അഭിലഷണീയമാകും? അതായത് മതപരമായി, ഒപ്പം തന്നെ അതിന് ചേർന്ന സമുദായം, ഇങ്ങനെ പല ഘടകങ്ങൾ. ഇപ്പോൾ തൃശ്ശൂരിനൊക്കെ നോട്ടീസുകളൊക്കെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. അങ്ങനെയുള്ളൊരു വീതം വെപ്പ് UDFിൽ കൂടുതലല്ലേ? അതിന് ഒരു മതേതര ജനാധിപത്യത്തിൽ കൂടുതൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, അഖിലേന്ത്യാ പാർട്ടി എന്നുള്ള നിലയ്ക്കും സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് പൊതുവായ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ചർച്ചകൾക്ക് ഒരുപക്ഷെ ദൈർഘ്യം കൂടിയിട്ടുണ്ട്. ചർച്ചകളിലൂടെ മാത്രമേ തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. മറ്റ് LDFിലൊക്കെ ആണെങ്കിൽ ചില രീതിയിൽ പാർട്ടിയുടെ 1-2 ബോഡി കൂടി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു ശൈലിയാണ് കാലങ്ങളായി തുടരുന്നത്. അത് കോൺഗ്രസ് അനുവർത്തിക്കുന്ന ഒരു സമീപനമല്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു കുറച്ചും കൂടി ദൈർഘ്യം സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുണ്ടായത്. എല്ലാവരും വലിയ തിരക്കുള്ള സമയമാണിത്. കാരണം മണിക്കൂറുകൾ മാത്രമേ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നിൽക്കുമ്പോൾ 3 പേരും അവരുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ വോട്ടർമാരോട് പറയാനുള്ളത് എന്താണെന്ന് ചുരുക്കി നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യം പറഞ്ഞതിനോട് തന്നെ 13 മണ്ഡലങ്ങളുണ്ട്. 13-ൽ 2 BDJS, 2 2020, ബാക്കിയുള്ളയിടങ്ങളിൽ BJPയുടെ തന്നെ സ്ഥാനാർത്ഥികൾ. അതിനു മുമ്പായി നമുക്ക് 3 പേരും കേൾക്കേണ്ടത് ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, ചിലയിടത്തില്ല എന്നല്ല, ഡീൽ വിവാദം തൃശ്ശൂർ ജില്ലയിൽ പല മണ്ഡലങ്ങളിൽ ഉയർന്നതാണ്. പ്രത്യേകിച്ച് ചില മണ്ഡലം, പ്രത്യേകിച്ച് കുന്നംകുളം, അതുപോലെ പല മണ്ഡലങ്ങളിലും ഡീൽ വിവാദം ഉയരുന്നുണ്ട്. ഈ താമര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ കൂടുതൽ വോട്ട് നേടാൻ കഴിയുമെന്നും മറ്റുള്ളതിൽ വരുമ്പോൾ BJP മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ 2 കൂട്ടരും പറയുന്നുണ്ട്, ഇടതും വലതും പറയുന്നുണ്ട് ഡീൽ വിവാദത്തെ കുറിച്ച്. എന്താ പറയുന്നത്? അല്ല, അത് ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ട് മാത്രമാണ് ഡീലുള്ളത്.
BJPയുടെ വളർച്ച അല്ലെങ്കിൽ BJPയുടെ ഗ്രോത്ത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സീറ്റുകളുടെ വർധനവ് ഒരു ഡീലിൻ്റെ പുറത്താണ് കിട്ടിയതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തൃശ്ശൂരിൽ ഞങ്ങൾ MP ഉണ്ടായപ്പോൾ എന്തൊക്കെ പുകിലാണ് ഇവരുണ്ടാക്കിയത് അതിനുശേഷം പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അത് മുൻകൂട്ടി BJPയുടെ വിജയത്തെ ഈ രീതിയിലൊക്കെ ചെറുതാക്കാനുള്ള ശ്രമമായിട്ടാണ് ഞങ്ങൾ ഒരിക്കലുമില്ല. ഒരിക്കലും അങ്ങനെ സുരേഷ് ഗോപിക്ക് മാത്രം കിട്ടുന്നതാണെങ്കിൽ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ലോ, ജയിച്ചില്ലല്ലോ. അതിനു മുമ്പ് അദ്ദേഹം പാർലമെൻറ്റ് മത്സരിച്ചല്ലോ, ജയിച്ചില്ലല്ലോ. ഞങ്ങളുടെ പ്രവർത്തകരുടെ കഷ്ടപ്പാടും വിയർപ്പും അതിനപ്പുറത്ത് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ വോട്ടുകളുണ്ട്. രണ്ട് ഘടകങ്ങളും കൂടി ഒരുമിച്ച് നിന്നപ്പോൾ മാത്രമാണ് BJPക്ക് ജയമുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് നോക്കൂ, നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ ഭരണം പിടിച്ചല്ലോ. അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിങ്ങൾ നോക്കിക്കോളൂ, വലിയ രീതിയിലുള്ള BJPക്ക് മുന്നേറ്റം ഉണ്ടാകും. നിങ്ങൾ ഒന്നിൽ കൂടുതൽ MLA-മാർ ഇവിടുന്ന് വിജയിക്കുന്ന സാധ്യത BJPക്ക് അനുകൂലമായി. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുഴുവൻ മണ്ഡലങ്ങളിലും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് BJP മത്സരിക്കുന്നത്. നമ്മൾ റിസൾട്ട് വന്ന സമയത്തിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. BJP ചില മണ്ഡലങ്ങൾക്ക് ഗ്രേഡ് കൊടുക്കാറുണ്ടല്ലോ, തൃശ്ശൂർ ജില്ലയിൽ തന്നെ. അല്ല, ഞങ്ങളെല്ലാം A ഗ്രേഡിൽ പെടുത്തിയിട്ടുള്ള മണ്ഡലങ്ങളാണ്. തൃശ്ശൂരിൻ്റെ ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ജില്ലയിൽ വളർച്ചയുള്ള ഏക പ്രസ്ഥാനം BJP മാത്രമാണ്. നിങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, കഴിഞ്ഞ പാർലമെൻറ്റ് ആയിക്കോട്ടെ, അതിന് മുമ്പ് നിയമസഭ ആയിക്കോട്ടെ, ഒക്കെ നോക്കിയാൽ മനസ്സിലായി 5000-6000 വോട്ടിൽ നിന്ന് BJP ഇന്ന് ശരാശരി നിയോജക മണ്ഡലത്തിൽ 30,000+ വോട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് BJP. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു സീറ്റിനകത്തു നിന്നല്ല, ഇവിടുത്തെ ഏത് സീറ്റിനകത്തും അട്ടിമറി വിജയം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള സംഘടനാ ശക്തിയും അതോടൊപ്പം ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച പ്രസ്ഥാനമാണ്. ഇതിൽ കേരളത്തിൽ വരുമ്പോൾ ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി ഇടത് മുന്നണിയാണ് ഭരിക്കുന്നത്. ഇപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഭരണത്തിൻ്റെ ഭാഗമാവുകയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചില സീറ്റുകളിൽ മാത്രം ഒതുങ്ങും. അതുകൊണ്ട് വോട്ടർമാർ അങ്ങനെ ചിന്തിക്കുകയില്ല. എന്തിനാ ആ കാലഘട്ടം അവസാനിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തൃശ്ശൂരിൽ ജയിക്കില്ലായിരുന്നല്ലോ, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കില്ലായിരുന്നല്ലോ, പാലക്കാട് നഗരസഭ പിടിക്കില്ലായിരുന്നല്ലോ, തൃപ്പൂണിത്തറ നഗരസഭ പിടിക്കില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിനകത്ത് ഈ രണ്ട് മുന്നണിക്ക് ഇതൊരു ബദൽ വേണമെന്നുള്ള ആശയത്തിനും അല്ലെങ്കിൽ അതാണ് അവരുടെ മനസ്സിനകത്ത്. അതുകൊണ്ടാണ് BJPക്ക് ഇത്രമാത്രം വോട്ട് ഷെയർ കൂടുന്നതും BJPയുടെ വളർച്ച ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ നാഴികക്കല്ലാവാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അതുകൊണ്ട് BJPയുടെ റോൾ വളരെ വലുതായിരിക്കും. എന്തിന് ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യണം? ഒപ്പം തന്നെ ആ ഡീൽ വിവാദത്തെക്കുറിച്ച് കൂടി ഒന്ന്. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ നാട്ടിൽ ജനങ്ങൾ അവരുടെ കൺമുന്നിൽ കാണുന്ന വികസന പ്രവർത്തനങ്ങൾക്ക്, ഈ നാട്ടിൽ 62 ലക്ഷം ജനങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷനുകൾ, സ്ത്രീ സുരക്ഷാ പദ്ധതി, വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, ഇതെല്ലാം അനുഭവിക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ വോട്ട് ചെയ്യും എന്ന് ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ഓരോ മുന്നണിയും അവർ ജയിക്കും എന്ന് അവകാശപ്പെടുന്നത് സ്വാഭാവികമാണ്, അത് അവരുടെ ദൗത്യവുമാണ്. പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ അത് കേവലമായിട്ടുള്ളൊരു അവകാശവാദം മാത്രമല്ല. ഇപ്പോൾ പ്രിൻറ്റു സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹം ജയിച്ചു, ശരിയാണ്, അതൊരു വലിയ വിജയം തന്നെയായിരുന്നു. പക്ഷേ 2 വർഷക്കാലത്തെ ജനപ്രതിനിധിയുടെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുയരാൻ അദ്ദേഹത്തിനായോ? ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള ഒരു സർഗാത്മക ജനകീയ പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവോ? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ അതുകൂടി വിലയിരുത്തപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇടതുപക്ഷം വിജയിക്കുക തന്നെ ചെയ്യും. ഡീൽ വിവാദം എന്നൊക്കെ പറയുന്നത് ശ്രദ്ധ തിരിച്ചുവിടാനുള്ളൊരു അഭ്യാസം മാത്രമാണ്. ഇപ്പോൾ BJPയും CPMഉം ഡീല് എന്ന് പറയുന്ന കോൺഗ്രസ് യഥാർത്ഥത്തിൽ അവർക്ക് കൃത്യമായ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനില്ല യഥാർത്ഥത്തിൽ. കാരണം പല കാര്യങ്ങളിലും ഉടുമുണ്ടഴിഞ്ഞു പോയ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ വയനാട് ചൂരൽമല ഫണ്ട് സംബന്ധിച്ചുള്ള അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ഏറ്റവും ഒടുവിൽ KPCC പ്രസിഡൻറ്റിൻ്റെ പത്രസമ്മേളനം വരെ എത്തി നിൽക്കുമ്പോൾ എന്താണ് ജനങ്ങൾ കാണുന്നത്? ഇന്നലെ പറഞ്ഞതൊന്ന്, ഇന്ന് പറയുന്നത് മറ്റൊന്ന്, ന്യായീകരണമില്ലാത്ത ഒരുപാട് വസ്തുതകൾ, ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഡീൽ വിവാദം ഒരു തരത്തിലും വസ്തുതാപരമല്ല. ഞങ്ങളും BJPയും തമ്മിൽ എല്ലാ വിഷയങ്ങളിലും വ്യത്യസ്ത നിലപാടുകളുണ്ട്. ആ വ്യത്യസ്ത നിലപാടുകൾ പരസ്പരം പോരടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. കോൺഗ്രസ് ആവട്ടെ അങ്ങനെയല്ല, പല ഘട്ടങ്ങളിലും വിധേയപ്പെടലിൻ്റെയും ചില കാര്യങ്ങളിൽ ഒരു BJPയുടെ B ടീം ആവുന്നതിൻ്റെയും അനുഭവങ്ങൾ പല കാര്യങ്ങളിലും പറയാനുണ്ട്. അതുകൊണ്ട് കള്ളപ്രചാരവേലകൾക്ക് യാതൊരു സാങ്കത്യവുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ രംഗത്തിലേക്ക് വരുന്നതിനോട് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം കൂടി. സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ഈ MP ആയതിനു ശേഷമുള്ള പ്രവർത്തനങ്ങളിൽ സംതൃപ്തനാണോ? കാരണം പലയിടങ്ങളിൽ നിന്ന് ഇപ്പോൾ എതിർ പാർട്ടികൾ പറയുന്നത് മാത്രമല്ല, പലപ്പോഴും BJPയുടെ വക്താക്കളിൽ നിന്ന് പോലും
രഹസ്യമായും ചില വേളകളിൽ പരസ്യമായി പോലും പ്രതീക്ഷിച്ച അത്രയ്ക്ക് അങ്ങോട്ട് ഉയർന്നില്ല എന്നൊരു സംസാരം വരുന്നുണ്ട്. ശരിയാണോ? അല്ല, നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സുരേഷ് ഗോപിയെ വ്യക്തിപരമായിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം എല്ലാ ഭാഗത്തു നിന്നുണ്ട്. പ്രത്യേകിച്ച് BJP ആൻറ്റി BJP സോഴ്സുകളുടെ കയ്യിൽ നിന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. പഴയ കാലഘട്ടത്തിലെ MP കേന്ദ്രമന്ത്രിമാരെ പോലെയല്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് കാണുന്നില്ല എന്ന് പറയുന്നു. നമ്മൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഓരോ മന്ത്രിമാർക്കും കൃത്യമായ ചില കീഴ്വഴക്കങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ ഓഫീസിനകത്ത് ഡൽഹിയിൽ 15 ദിവസം ഏതൊരു മന്ത്രി ഉണ്ടാകണം. സ്വാഭാവികമായിട്ട് 6 ദിവസമാണ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ അനുവദിച്ചിട്ടുള്ളത്. ബാക്കി കാണുന്നില്ല എന്നുള്ളതൊരു പ്രസക്തമല്ല. അദ്ദേഹം എത്രയോ പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിനാണ് ഫോറൻസിക് കോളേജ് തൃശ്ശൂരിലാണ് അദ്ദേഹം അത് കൊണ്ടുവന്നത്. തമിഴ്നാട്ടിൽ നിന്ന് അദ്ദേഹം വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഫോറൻസിക് കോളേജ് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല പദ്ധതികളും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ പ്രപ്പോസലുകൾ വയ്ക്കുന്നില്ല. പല പദ്ധതികളും ബോധപൂർവ്വം സുരേഷ് ഗോപിയുടെ വികസനം വരരുത് എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഒരു ബേസിക്കലി നമ്മൾ മനസ്സിലാക്കിയ രാഷ്ട്രീയക്കാരനല്ല. അപ്പോൾ രാഷ്ട്രീയക്കാരൻ്റെ ഒരു കീഴ്വഴക്കം പ്രതീക്ഷിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ നമ്മൾ കാണുന്ന സമയത്താണ് ഒരു പ്രശ്നം. അദ്ദേഹം ഒരു സിനിമാ നടനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു 25 വയസ്സ് മുതൽ അദ്ദേഹം ഒരു 60 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ സിനിമാ നടനായിട്ടാണ്. പിന്നീടാണ് അദ്ദേഹം ഒരു പ്രത്യക്ഷ രാഷ്ട്രീയത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ട് ഒരു 6 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളോ അപാകതകൾ. ശരി, എന്തായാലും ജില്ലാ മണ്ഡലം പ്രതീക്ഷിക്കുന്നുണ്ട്. MP മാത്രമല്ല, ഒരു കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. അപ്പോൾ കൂടുതലായി എന്തെങ്കിലും കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷ പങ്കുവെച്ചു എന്ന് മാത്രം. അരങ്ങത്തിലേക്ക് വരുമ്പോൾ UDF എന്തിന് ജനങ്ങൾ വോട്ട് ചെയ്യണം? UDF ജനങ്ങൾ വോട്ട് ചെയ്യണത് കഴിഞ്ഞ 10 വർഷമായി ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന രീതിയിലുള്ള ഒരു നടപടിയും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ മേൽ സൂചിപ്പിച്ചല്ലോ, സിവിൽ സപ്ലൈസ് രംഗവും കാർഷിക രംഗവും വ്യാവസായികം. ഇവിടെ ബഹുമാനായ സുഹൃത്ത് അബ്ദുൽ ഖാദർ സൂചിപ്പിച്ചു വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ 4000 കോടിയുടെ പദ്ധതിക്ക് 6000 കോടിയുടെ അഴിമതിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ അന്ന് ആരോപണം ഉന്നയിച്ചത്. ആ പദ്ധതിയുടെ പൂർത്തീകരണം, അതുപോലെ തന്നെ മെട്രോ, IT പാർക്കുകളൊക്കെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ഏത് വ്യവസായങ്ങളാണ് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത്? PSC തകർത്തു, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെയും തകർത്തു. താൽക്കാലിക നിയമനങ്ങൾ മുഴുവൻ പാർട്ടി തലത്തിൽ നടക്കുകയാണ്. പാർട്ടിയുടെ ഞങ്ങൾ ഇടതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് തർക്കങ്ങൾ, കെട്ടുറപ്പില്ല എന്നൊരു ആശങ്ക വോട്ടർമാരുടെ ഉള്ളിൽ ഉണ്ടാവില്ലേ? അത് ഒക്കെ ഒരു വലിയ ജനാധിപത്യ മതേതര പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്സിന് അതിൻ്റെ ഘടകങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ ആ രീതിയിൽ അത് ചർച്ച നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി 5 ഇന ഗ്യാരണ്ടി കോൺഗ്രസ് ഇപ്പോൾ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ പല സംസ്ഥാനങ്ങളിലും പരീക്ഷിച്ചപ്പോൾ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. KSRTCയിൽ വനിതകൾക്ക് പിന്നെ സൗജന്യ യാത്ര, 25 ലക്ഷം രൂപ വരെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പറഞ്ഞിട്ടുണ്ട്. 5 ലക്ഷം രൂപ പലിശയില്ലാത്ത കൊടുക്കാവുന്ന രീതി, അതുപോലെ തന്നെ 3000 രൂപ പെൻഷൻ. ഒരു പറഞ്ഞു പെൻഷൻ്റെ കാര്യം. പെൻഷൻ എപ്പോഴാണ് കൂട്ടിയത്? ഇപ്പോൾ ഈ 2000 രൂപ പെൻഷൻ ആക്കിയത് 2500 ആക്കുമെന്നാണ് 2021 പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ പെൻഷൻ 3 മാസമായിട്ടുള്ള ഈ ലോക്കൽ ബോഡി ഇലക്ഷനാണ് പെൻഷൻ 400 രൂപ കൂട്ടിയത് 2000 ആക്കിയത്. 2500 21 വാഗ്ദാനമാണ്. അപ്പോൾ പല വാഗ്ദാന ലംഘനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ജനങ്ങളുടെ ഒരു ക്ഷേമ സംസ്ഥാനമാക്കി മാറ്റുക, ജീവിത നിലവാരം ഉയർത്തുക. അവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോവാണ്. ഇവിടെ റാഗിങ്ങും അതുമായി ബന്ധപ്പെട്ടതും നടക്കുന്നു. ക്രമസമാധാനം ഇവിടെ പറഞ്ഞു, എത്രയോ സിദ്ധാർത്ഥൻ്റേത് ഉൾപ്പെടെയുള്ള എത്രയോ വിഷയങ്ങൾ കോളേജുകളിലും ഹോസ്റ്റലിലും റാഗിങ്ങാണ്. ഭരണം ഇവർ കൈയാളാണ്. ഭരണം എന്തായാലും വാദങ്ങളും എതിർവാദങ്ങളുമായി തന്നെയാണ് 3 മുന്നണികളും പോകുന്നത്. എന്തായാലും 3 മുന്നണികൾക്കും വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഏറെ പ്രതീക്ഷയോടെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞു മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇനിയെല്ലാം വോട്ടർമാരുടെ കയ്യിലാണ്. വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അധികം സമയമുണ്ടായില്ല. ഈ ചുരുങ്ങിയ സമയം അതിവേഗം ഓടിപ്പോയി. ഇനി വേഗം ബൂത്തിലേക്ക് എത്താനുള്ള സമയവുമായി. 3 മുന്നണികളുടെയും ജില്ലയിലെ കാഴ്ചപ്പാടുകൾ, പ്രതീക്ഷകളെല്ലാം പങ്കുവയ്ക്കാനായി TCVയുടെ സ്റ്റുഡിയോയിലെത്തിയത് UDF വേണ്ടി KPCC സെക്രട്ടറി രാജേന്ദ്ര അരങ്ങത്ത്, ഇടതുമുന്നണിക്ക് വേണ്ടി CPM ജില്ലാ സെക്രട്ടറി ശ്രീ KV അബ്ദുൽ ഖാദർ, NDAക്ക് വേണ്ടി BJP എറണാകുളം മേഖലാ സെക്രട്ടറി പ്രിൻറ്റു മഹാദേവ്. 3 പേർക്കും പ്രേക്ഷകരുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നേതൃസ്വരം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ തൃശൂർ. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിക്ഷേപങ്ങൾക്ക് കരുതലായി കൂടെയുണ്ട് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം.
എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും ജോൺസ് ഹോണ്ട, തൃശൂർ, ആലപ്പുഴ. കൽപ്പക വെഡ്ഡിംഗ്, കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം, ഏറ്റവും കുറഞ്ഞ വിലകളിൽ.